ഹായ് 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 നമസ്കാരമുണ്ടേ. ഹായ് 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 നമസ്കാരമുണ്ടേ. ടിങ് 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 ടിങ്. ഹായ് ഹായ് ഹായ്. ഓരോരുത്തരൊക്കെ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട്. ഹായ് നമസ്കാരമുണ്ട്. ഹായ് 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 നമസ്കാരമുണ്ട്. നല്ല ഗ്ലാമറല്ലേ, നല്ല ലുക്കാണല്ലേ. ഹായ് ഹായ് ഹായ്. ഓരോരുത്തരൊക്കെ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട്. ഹായ് നമസ്കാരമുണ്ട്. ഹായ് 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 നമസ്കാരമുണ്ട്. നല്ല ഗ്ലാമറല്ലേ. ഹായ്. അപ്പം നമസ്കാരം. ഒരുപാട് പേര് കയറി. ഓക്കെ, 10-25 പേരുണ്ട്. അപ്പൊ ഇന്ന് കുറച്ചു നേരം ലൈവിലൊന്ന് ഇരിക്കാന്ന് കരുതി. ഒരുപാട് പേര് വന്നല്ലോ. ഒരുപാട് ഹായ് വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റോബിൻ ബസ് ഓടുന്നുണ്ട് കേട്ടോ. വണ്ടി ഓടുന്നുണ്ട്. വണ്ടി ഇന്ന് 14 ദിവസം, ഇന്ന് 14-ാം ദിവസമല്ലേ. ഇന്ന് നല്ല ഞെരിപ്പായിട്ട് ഓടുന്നുണ്ട്. രാവിലെ വണ്ടി എടുത്തു, കോയമ്പത്തൂർ പോകുമെന്ന് അറിഞ്ഞു. എന്തായാലും ബോണിച്ചേട്ടനെ വിളിച്ചായിരുന്നു. അപ്പൊ എന്തായാലും പോകാനുള്ളവരൊക്കെ ഒന്ന് പോകണം കേട്ടോ. വണ്ടി നല്ല ഞെരിപ്പായിട്ട് കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. മെസ്സേജ് ഇട്ട് നോക്കിയാൽ പോലും. അപ്പോൾ എന്തായാലും ഉഷാറായിട്ട് പോകണം. അപ്പം മറക്കണ്ട, 9497352007 ആണ് നമ്പർ, ബുക്കിംഗ് നമ്പർ കേട്ടോ. മറക്കണ്ട. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ടുകൾ കൊടുക്കണമല്ലോ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. പുതിയ വർഷം അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ഓടുന്നെന്ന് കരുതുന്നു. പിന്നെ എന്ത് പറയാനാ, ഒരു ചേട്ടൻ പറയുന്നു, ഒരുപാട് മെസ്സേജ് വന്നു കേട്ടോ. റോബിൻ ബസ് ഓടുന്നുണ്ടോ? മനു ഈസി. വിഷ്ണു ദാസ് ബ്രോ ഹായ്. മനു ചേട്ടൻ പറഞ്ഞു വണ്ടി ഓടുന്നുണ്ട്. റോബിൻ കെ മാത്യു ഒരു ഫ്ലാഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. UK-യുടെ തോന്നുന്നു, ഐ തിങ്ക് UK-യുടെ ഫ്ലാഗ് ഒക്കെ തരുന്നുണ്ട്. ജംസൺ സഞ്ജു പൈലി, സിജോ പൈലി ഹായ്. മുഹമ്മദ് അഷ്റഫ് ഹായ്. മില്ലു ഹായ് ഹായ്. മില്ലു യെസ്. അപ്പോൾ എല്ലാം ഒരുപാട് പേര് ഹായ് വരുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഒരു കമന്റ്, സുനിൽ ബോബൻ MS, റോബിൻ ബസിന് ഫൈൻ വരാറുണ്ടോ? എങ്ങനെ ഫൈൻ അടിക്കാൻ? ഇപ്പൊ രാവിലെ വന്ന് സാറുമാർ നോക്കുന്നുണ്ട്. അവിടെയോ നോക്കുന്നുണ്ട്. രണ്ട് സൈഡിലും നോക്കിയ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതങ്ങനെ തന്നെ പോകുന്നു. അല്ലാതെ ഫൈനൊന്നും അടിക്കാറില്ല. ഇപ്പൊ ഫൈൻ പിടിക്കാറൊന്നുമില്ല. പിന്നെ എന്തോ ഒരു ചേട്ടൻ കമന്റ് ഇട്ടാണല്ലോ വാട്സപ്പിൽ നോക്കുന്നതിനെ പറ്റി. വാട്സപ്പിൽ രാംരാജ് കിടങ്ങൂർ രാംരാജ് വാട്സപ്പ് ആ മെസ്സേജിൽ ഇട്ട് നോക്കിയിട്ട് പോലും ഇല്ല. ആരുടെ വാട്സപ്പിലാണ് കേട്ടോ? എന്റെ വാട്സപ്പാന്ന് കിട്ടുക അതോ ആരുടെ വാട്സപ്പ്? എന്റെ വാട്സപ്പ് എന്റെ പൊന്നളിയാ ആകെ പെട്ട് നിൽക്കുക. ഇപ്പോഴും 16,000 മെസ്സേജ് റീഡ് ചെയ്യാൻ കിടക്കുക. ഓരോ ദിവസവും രാവിലെ വരുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ അന്യായമായിട്ടുള്ള മെസ്സേജുകളാണ്. ഒരു രക്ഷയില്ല. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. എല്ലാ ദിവസവും രാവിലെ വണ്ടി അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. വണ്ടിയാണെന്നോ നമ്മുടെ ഒരു ഹൈലൈറ്റ്. സ്വന്തം വണ്ടി എന്ന് പറയുന്ന ഒരു ഫീലാണ്. അപ്പൊ എന്തായാലും ഒരുപാട് പേര് കയറി വരുന്നത്. എല്ലാവർക്കും ഒരു ഹായ് ഹായ്. അപ്പോൾ തീർച്ചയായും സപ്പോർട്ട്. ഫവാസ് KT ബാബു തീർച്ചയായും സപ്പോർട്ട് കൊടുത്തിരിക്കും. ഞാനായിരുന്നു ഫസ്റ്റ് ദിവസം വിളിച്ചിരുന്നത്. ഹായ് ഫവാസ് ബൈ. രാഹുൽ മാത്യു നാളെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ ഉണ്ടല്ലോ അല്ലേ? നാളെ വണ്ടിയുണ്ട്. യെസ്, വണ്ടി എല്ലാ ദിവസവും ഉണ്ട്. വണ്ടി പോകാതിരിക്കുമോ? സോണി സക്കറിയ മില്ലുകാരൻ എന്നൊരു ലൈക്കൊക്കെ തന്നിട്ടുണ്ട്. ഷിബു ഹായ്. ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഏതാ വായിക്കാൻ പറ്റുന്ന അറിയില്ല. ഗുഡ് മോർണിംഗ് കാണുന്നില്ലല്ലോ. ഹായ്. ഗുഡ് മോർണിംഗ് അല്ലല്ലോ, ഇപ്പൊ ഈവനിങ് അല്ലേ? രാവിലെ വണ്ടി ഓടുന്നുണ്ട്. വണ്ടി ഉഷാറായിട്ട് ഓടട്ടെ. നമ്മളോട് കയറി ഇരുന്നിട്ട് വെറുപ്പിക്കണ്ട. ഫിറോസ് മില്ലുകാരൻ എന്താ ഹായ് ഫിറോസ്. സുഖം, സന്തോഷം. രാജേഷ് ഇനി എന്നാ ലൈവ് ഉള്ളത്? ഒന്നും പറയാനൊക്കത്തില്ല. ഏത് സമയത്തും നമ്മുടെ ലൈവ് പ്രതീക്ഷിക്കാം. ഒരു ദിവസം നമ്മൾ കയറണം. കാര്യം ഇച്ചിരി ശാരീരികമായിട്ടുള്ള ഇച്ചിരി ബുദ്ധിമുട്ട് കാരണമാണ് കയറാത്തത്. പ്രിൻസ് ജോണി പുതിയ ട്രാൻസ്പോർട്ട് മന്ത്രി എങ്ങനെ? പൊളിയല്ലേ, നല്ലൊരു മനുഷ്യനാട്ടോ. മന്ത്രി മിനിസ്റ്റർ ഗണേശേട്ടൻ, അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞു കേട്ടില്ലേ, കോടതി തീരുമാനിക്കട്ടെ എന്ന്. അപ്പൊ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഇനിയിപ്പോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞു. ഗണേശേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നൊക്കെ പല വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ഒരു ദിവസം നേരിലൊന്ന് കാണണം, ഒരു സെൽഫിയൊക്കെ എടുക്കണം. അങ്ങനെ നല്ല നല്ല ഉഷാറായിട്ടുള്ള മിനിസ്റ്റർമാരൊക്കെ കയറി വരുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. KSRTCക്ക് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആരോ ഒരാൾ പറയുന്നല്ലോ. ഇപ്പൊ ഒരുപാട് കമന്റ് ഉണ്ട്. റാന്നി കിങ്സിൽ കാണുന്നില്ലല്ലോ. ഒരു ദിവസം വരണം, കിങ്സിൽ വരണം എന്നാലായുള്ളൂ. അപ്പൊ ഒരുപാട് മെസ്സേജ് വരുന്നത്. നെല്ലുകാരൻ പൊളിയല്ലേ? യെസ്. അങ്ങനെ ഒരുപാട് മെസ്സേജ് ഒക്കെ വരട്ടെ. അപ്പൊ എന്തായാലും നമ്മുടെ വണ്ടി ചങ്കായിട്ട് ഓടുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് വണ്ടി ഓടുന്നുണ്ട്. എന്തായാലും സന്തോഷമായിട്ട് ഇന്ന് ഞാൻ ബോണിച്ചേട്ടനെ വിളിച്ച ബോണിച്ചേട്ടൻ പറഞ്ഞു. അതുപോലെ ഡോണിനെ വിളിച്ചു. ഡോണിന്ന് ഇല്ല, ഇന്ന് ഞാൻ ഇറങ്ങി. അതുപോലെ തന്നെ നമ്മുടെ
ബിബിനാണ് ഇപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും വിളിച്ചിരുന്നു. എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. ഗിരീശേട്ടനെ വിളിച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന വണ്ടി നല്ല ഞെരുപ്പായിട്ട് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ബുക്ക് ചെയ്യാൻ മറക്കണ്ട. ബുക്കിംഗ് നമ്പർ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, 9497355207. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ അങ്ങോട്ട് ഉഷാറായി. കാര്യം ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തായാലും നിയമത്തെ കോർട്ടിനെ അതായത് ബഹുമാനപ്പെട്ട കോടതിയെ വിശ്വസിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ചെയ്ത ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. അപ്പോൾ ഒരുപാട് പേര് ഐക്യദാർഢ്യമായിട്ടൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്, അനുകൂലമായി വരുന്നെന്ന് അറിഞ്ഞിട്ട്. കാര്യങ്ങൾ ഏകദേശമൊക്കെ അനുകൂലമായി വരുന്നു എന്നൊക്കെ കേൾക്കുന്നു. എന്നാണ് കോടതി വിധി വരുന്നതെന്ന് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അതിനെപ്പറ്റി എക്സാക്ട് ഇനി വിളിച്ചു ചോദിച്ചിട്ട് കാര്യങ്ങൾ പറയാം. അപ്പൊ എന്തായാലും ഇതുവരെയുള്ള അപ്ഡേറ്റ് നല്ല പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ച് കാണുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ആ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയത് വേറൊരു മൂഡായിരുന്നു കേട്ടോ. പിന്നെ കണ്ടിന്യൂസ് ഹായ് മില്ലുകാരൻ സന്തോഷം. റോബിൻ വണ്ടി ഓടുന്നത് കാണുമ്പോൾ വണ്ടി ഓടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എരുമേലി കണ്ടായിരുന്നു, ഒരുപാട് പിള്ളേർ ഇറങ്ങി നിന്ന് എരുമേലി. അതുപോലെ ഞാനും അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എരുമേലിലുണ്ടായിരുന്ന ഭയങ്കര തിരക്കിനിടയ്ക്ക് പിള്ളേർ വന്നും വണ്ടിയുടെ മുന്നിൽ ചാടിയതൊക്കെ. അപ്പൊ ഞാൻ എല്ലാവരുടെ ആ ഒരു സ്നേഹം, എല്ലാവർക്കും പുള്ളിയോടുള്ള ഗിരീശേട്ടനോടുള്ള സ്നേഹം, റോബിൻ ബസിനോടുള്ള ഒരു സ്നേഹം. അപ്പൊ എന്തായാലും വണ്ടി അടിപൊളിയായിട്ട് നല്ല ജഗയായിട്ട് കാര്യങ്ങൾ ഓടുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെന്ത് പറയാനാണ്, പിന്നെ പൊതുവെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടല്ലോ ചെയ്തു തീർക്കാൻ. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഫോറസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഹൈക്കോടതിയൊക്കെ ഇരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ വണ്ടിയാണല്ലോ നമ്മുടെ ഹൈലൈറ്റ്. അപ്പോൾ പിന്നെന്ത് പറയാനാ, എല്ലാ വിവരവും അറിയിക്കണേ ബ്രോ. യെസ്, 12 കോയമ്പത്തൂർ ചാർജ് എത്രയാ? മനു എന്ന് പറയുന്ന ആൾ ചോദിക്കുന്നു 12 കോയമ്പത്തൂർ ചാർജ് എത്ര? അത് 9497352007 ബുക്കിംഗ് നമ്പർ വിളിച്ച് ചോദിക്കണം. അതായിരിക്കും നല്ലത്, ഞാൻ പറയുന്നതിന് നല്ലത്. ഓരോ സമയത്ത് ഓരോ അവിടുന്ന് ബുക്ക് ചെയ്യുന്ന ബുക്കിംഗ് നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് എനിക്ക് അറിയാൻ പറ്റും. അല്ലാതെ ഞാനായിട്ട് പറയുന്നില്ല. അനിൽ ആർ നായർ ഹായ് ഫ്രം ലണ്ടൻ. ഹായ് ലണ്ടനിൽ തണുപ്പുണ്ടോ? ബിപിൻ ഹായ്. അപ്പോൾ മില്ലുകാരൻ ഡെയിലി ഈ ടൈമിൽ കുറച്ച് നേരം ലൈവിൽ വരണം. എന്റെ പൊന്നളിയാ, ഒരുപാട് പരിപാടികളുണ്ട്. ഇത് നല്ല പരിപാടി കൂട്ടത്തിലാണ് ഈ സൈഡ് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിനിടയ്ക്ക് ഓരോരുത്തർ വിളിക്കും, ഓരോ സാമൂഹ്യ പ്രവർത്തനം, അങ്ങനെ ഓരോരോ വിഷയങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങൾക്ക് ഓടിപ്പോകാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാര്യത്തിന് വേണ്ടി ഓടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തീരണ്ടേ കാര്യങ്ങൾ. പിന്നെ കുറെ പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന്റെ പുറകിൽ അങ്ങനെ ഇരിക്കുന്നു. ഞാൻ രാവിലെ ഡെയിലി മെസ്സേജ് അയക്കുന്നു, മറന്നു എന്നെ. സോണി സക്കറിയ മറന്നില്ല. വാട്സപ്പിൽ ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ തിങ്ങിക്കിടക്കും. എനിക്കിപ്പോ ഞാൻ ആകെ പെട്ട് നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് ഫോൺ അങ്ങ് ഹാങ് ആവുക, അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. ചെറിയൊരു ഫോണാണ്, അതെ ഈ മെസ്സേജൊക്കെ വരുന്ന ഫോണേ. അപ്പോൾ പോരാത്തതിന് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം. പിന്നെ ഒരുപാട് അന്ന് തൊട്ട് കിടക്കുന്ന ഒരുപാട് പേർ റിപ്ലൈയുടെ കിടപ്പുണ്ട്. അതൊക്കെ ഇനി ഒന്ന് ചെറിയ കുത്തിയിരുന്ന സമയം കിട്ടുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം. ക്ഷമിക്കണം, വേറെ നിവൃത്തിയില്ല എന്നിട്ടാ എല്ലാവരും ഇങ്ങനെ. അതുപോലെ ഗിരീഷേട്ടന്റെ ഫോണിലും അതുപോലെ തന്നെ ബോണിച്ചേട്ടന്റെ ഫോണിലായാലും. പിന്നെ ഒരു കാര്യം, ദയവ് ചെയ്ത് യാത്ര ചെയ്യാൻ, അതായത് ടൂറിസ്റ്റായിട്ട് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിക്കുക. ബുക്കിംഗ് നമ്പറിൽ വിളിച്ചിട്ട് ഒരുപാട് പേര് വിശേഷം അന്വേഷിക്കുന്നുണ്ട്. ദയവ് ആ നമ്പറിൽ വിളിച്ച വിശേഷം അന്വേഷിക്കുന്നത്, അതായത് ടൂറിസ്റ്റായിട്ട് പോകുന്നവര് വിളിക്കുക. വിളിച്ച് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇതുവരെ കാര്യങ്ങൾ ഓടിയത്. എന്തായാലും ഇങ്ങനെ പോകുന്നു. സന്തോഷം, സുഖം, സമാധാനം. അപ്പൊ എല്ലാവരുടെയും ന്യൂ ഇയർ ഒക്കെ അടിപൊളിയായിരുന്നു എന്ന് കരുതുന്നു. ഇന്ന് 14 ദിവസമായി വളരെ സന്തോഷകരമായിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ന്യൂ ഇയറിന് ശേഷവും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ന്യൂ ഇയറിന് മുന്നേയും വണ്ടി നല്ല അടിപൊളിയായിട്ട് ഓടിക്കൊണ്ട് ഇപ്പൊ ആർക്കും പിടിക്കുകയും വേണ്ട, ഇപ്പൊ ആർക്കും ഒരു പ്രശ്നവുമില്ല. കോടതി ബഹുമാനപ്പെട്ട കോടതിയിലെ കാര്യങ്ങളൊക്കെ അതങ്ങനെ നടക്കുന്നു. എന്തായാലും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ അനുകൂലമാണ് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അത് ഭയങ്കര സന്തോഷമായി കേട്ടോ. മോണിച്ചേട്ടൻ പറഞ്ഞു ആ സംസാരത്തിൽ തന്നെ, മോണിച്ചേട്ടനായാലും ഗിരീശേട്ടനായാലും ആ സംസാരത്തിൽ തന്നെ അറിയാം ഒരുപാട് മനസ്സ് തുറന്നുള്ളൊരു ഒരു സന്തോഷത്തിന്റെ ഒരു പറയാൻ വാക്കുകളില്ല. എന്തായാലും പൊളി. അപ്പൊ കാര്യങ്ങളൊക്കെ ഞെരിപ്പായിട്ട് നടക്കുന്നത്, അതിന്റെ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പിന്നെ ഇനിയും കാര്യങ്ങൾ ഫർദർ അങ്ങോട്ടുള്ള പുതിയ വണ്ടി വരുന്നുണ്ട്. 4 വണ്ടിയോളം റെഡിയായി കിടക്കാറ് കേട്ടോ. 4 വണ്ടി, 4 പുതിയ വണ്ടി വരുന്നുണ്ട്. അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അണിയറ പ്രവർത്തനമൊക്കെ നടക്കുന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നു. അതൊക്കെ അങ്ങോട്ട് നടക്കട്ടെ കാര്യങ്ങൾ. പിന്നെന്ത് പറയാനാ, പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. അപ്പൊ എന്നാ കുറച്ചു നേരം വന്ന് എല്ലാവരും കുറച്ചു നേരം വന്ന് കുറെ കഥകളൊക്കെ പറയാമെന്നൊക്കെ കരുതിയിട്ടാണ് ഞാനിങ്ങനെ വന്നത്. അപ്പൊ എന്തായാലും കമന്റ് അടിച്ചിരിക്കുന്ന എല്ലാവർക്കും വളരെ കമന്റ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു അടിപൊളി ഒരു ഗുഡ് ഈവനിങ് എന്നല്ല പറഞ്ഞു, ഇപ്പൊ രാത്രിയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് അതല്ലേ തെറ്റിപ്പോയി, ക്ഷമിക്കണേ.
അപ്പം അങ്ങനെ നിൽക്കുന്നു. പിന്നെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. പത്തനംതിട്ട കോയമ്പത്തൂർ കമൻറ്റുകൾ അന്യായ കമൻറ്റ് കേട്ടോ. ഹായ് അനിയൻ മനു അനിയൻ ആരായിട്ട് വരും? മില്ലുകാരൻ റോബിൻ്റെ ആരായിട്ട് വരും? ജസ്റ്റ് ഫ്രണ്ട്സ്. ഔപചാരികമായിട്ട് കിട്ടിയ അനീഷ് മോൻ, ഔപചാരികമായിട്ട് കിട്ടിയ ഒരു കോയിൻസിഡൻസ് ആയിട്ട് കിട്ടിയ ഒരു ഫ്രണ്ടാണ്. മുൻവിധികളില്ലാതെ വഴിയിൽ നിന്ന് ഔപചാരികമായിട്ട് പരിചയപ്പെട്ട ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഗിരീഷേട്ടനും ടീമും വീട്ടിൽ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. അവരുടെ കൂടെ കൂടിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്തെങ്കിലും തെറ്റുണ്ട്, തെറ്റെന്ന് വിളിച്ച് പറയുന്ന ഒരു ബെസ്റ്റ് കൂട്ടുകാരനെ കിട്ടാന്ന് അത് വലിയ കാര്യമല്ലേ. അത് അക്സെപ്റ്റ് ചെയ്യാനും എനിക്ക് അതുപോലെ മനസ്സുണ്ട്. അങ്ങനെ ഗിരീഷേട്ടനായാലും ബോണിച്ചേട്ടനായാലും നമ്മുടെ അജിച്ചേട്ടൻ പ്രമുഖൻ ബസിന്റെ ഓണർ അജിച്ചേട്ടനും ഉണ്ട്. അവരൊക്കെ നല്ല കട്ട സപ്പോർട്ട് കേട്ടോ നമ്മുടെ എന്തേലും. പിന്നെ മനു ഫ്രം മാൾട്ട. ഹായ് മനു, ഹൗ ആർ യു? തോമസ് ചാക്കോ. മനു കല്ലുകാടൻ മലയാളപ്പുഴയോ? കല്ലുകാടൻ മലയാളപ്പുഴ. സ്ഥലം പേര് വായിക്ക് ബ്രോ. ഞങ്ങളുടെ അടുത്ത മലയാളപ്പുഴ. മനു കല്ലുകാടൻ മലയാളപ്പുഴ. ഓക്കെ, സ്ഥലപ്പേര് വായിക്ക് ബ്രോ. നിങ്ങളുടെ അടുത്ത നാട്ടുകാരനെ കാണണം എന്നുണ്ട്. മലയാളപ്പുഴയിൽ വരുമ്പോൾ വിളിക്കാമോ? 100% എൻ്റെ നമ്പറിലൊന്ന് വിളിക്കണേ. ഇപ്പം അല്ല, ലൈവ് കട്ടായതിനു ശേഷം ഒന്ന് വിളിക്കണേ. നമ്പർ അറിയാമല്ലോ, ഫേസ്ബുക്ക് കിടപ്പുണ്ട് നമ്പർ. സുഖമാണോ? നല്ല സുഖം, ഡബിൾ ഓക്കെയാണ് അളിയ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായിട്ടാണ് വണ്ടി ഓടുന്നത് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം കൊണ്ട് ഓടി വന്നത്. അപ്പോൾ നിങ്ങളെല്ലാം റോബിൻ്റെ ഫാനാണല്ലോ. അപ്പോൾ ഞാനൊരു വലിയ റോബിൻ്റെ ഫാനാണ്. ചുവന്ന വണ്ടി തന്നെയല്ലാണ്ടോ, പച്ച വണ്ടി ഉണ്ട് കേട്ടോ. പച്ച വണ്ടിയുണ്ട്, കുറേ വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെയൊക്കെ ഫാൻസാണ് നമ്മൾ. വണ്ടി എതിലേ പോയാലും നിങ്ങളുടെയൊക്കെ ഈ ലൈറ്റടി ഉണ്ടെന്നോ, ഡിമ്മ് ഫ്ലാഷ് ചെയ്യുന്ന ആ ലൈറ്റടി എന്ന് പറഞ്ഞാൽ പൊളിയാണ് കേട്ടോ. സംഭവം സെറ്റാണ്. അപ്പോൾ എന്തായാലും ഗിരീഷേട്ടനോട് കൂടിയതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. അതിലും വളരെ സന്തോഷം. അങ്ങനെ ഇങ്ങനെ പോകുന്നു. ഇപ്പൊ ചെറിയൊരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞാൽ പോവാണ്. വേറൊന്നും പറഞ്ഞാൽ വണ്ടി ഓടുന്നുണ്ട്. അതാണ് എനിക്ക് പറയേണ്ടത്. വണ്ടി ഓടുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും പിന്നെ ആരെന്തൊക്കെ പറഞ്ഞു റോബിൻ ഗിരീഷിന് എന്ത് കുത്തിക്കഴുപ്പ് കാരണമാണെന്ന് പറഞ്ഞ്. റോബിൻ ഗിരീഷിന്റെ കുത്തിക്കഴുപ്പ് കാരണമല്ല. ചില ആൾക്കാരുടെ പ്രത്യേക ശാസ്ത്രപരമായി അവരുടെ ചില അതായത് അവരുടെ സ്വാർത്ഥ താല്പര്യമാണ് ഇങ്ങനെ ഈ വിഷയത്തിലേക്ക് കലാശിച്ചത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു മിനിസ്റ്റർ കയറിയുണ്ടോ, പുതിയ മിനിസ്റ്റർ ഗണേശേട്ടൻ കയറിയതിനു ശേഷം എന്താ പുള്ളി നല്ല മാന്യമായിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. ഒരു വിഷയമില്ല. പുള്ളി പറഞ്ഞ കോടതി പറഞ്ഞാൽ ഓടാൻ പറഞ്ഞാൽ ഓടും. അപ്പൊ അങ്ങനെ മാന്യമായിട്ട് ഇടപെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഗണേശേട്ടൻ ഇനിയും തകർക്കട്ടെ, തകർത്ത് പൊളിക്കട്ടെ. KSRTCയിൽ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരണം. അതുപോലെ സ്വകാര്യ മേഖലയിൽ നല്ല നല്ല മാറ്റങ്ങൾ വേണം. ഒരുപാട് പേരുണ്ട്. സ്വകാര്യ മേഖല വളർന്ന് പന്തലിച്ചാലല്ലേ നമുക്ക് ഒരുപാടൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ബിസിനസ് വരും, ഒരുപാട് പേർക്ക് തൊഴിലുണ്ടാവും. നമ്മുടെ നാട് വിട്ട് അന്യനാട്ടിൽ പോയി കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടുന്ന് വണ്ടി ഡ്രൈവറായിട്ട് എനിക്കറിയാം. ആന്ധ്രാപ്രദേശിൽ പോയി കിടന്ന് വണ്ടി ഓടിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. തമിഴ്നാട്ടിൽ പോയി കിടന്ന് ഓടിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നാട്ടിൽ ഒരു വണ്ടി പ്രസ്ഥാനമൊക്കെ ഒന്ന് ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഒരു അതായത് പ്രൈവറ്റ് വരുവാണെങ്കിൽ ഒരുപാട് പ്രയോജനമല്ലേ. ഒരു ചേട്ടൻ എന്തോ മലയാളത്തിൽ എന്തോ പറയുന്നുണ്ട് കേട്ടോ. ആ ചേട്ടനോട് പറയാനുള്ള ഫേക്ക് അക്കൗണ്ടിൽ കയറിയൊന്നും അടിക്കരുത്. അത് സൂക്ഷിച്ചും കണ്ടും വേണം അടിക്കാൻ. അത് തരത്തിൽ പോയി കളിക്കണം. എന്തോ ഒരു ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഡയലോഗുകൾക്കൊന്നും മറുപടിയില്ല. ഡയലോഗുകളൊക്കെ അടിക്കുന്നവർ അവരുടെ സംസ്കാരം അങ്ങനെ ആയതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ഇടപെടുന്നത്. അവരുടെ സംസ്കാരം നല്ല ആൾക്കാർക്ക് ജനിക്കണം, എന്നാലേ നല്ല സംസ്കാരം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും നടക്കട്ടെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും അനീഷ് തോമസ് ഉമ്മൻ ഹായ്. അങ്ങനൊന്നും പറയില്ല. ഇനി അത് പറഞ്ഞാൽ ഇനി അതൊരു കേസെടുക്കും. അഗസ്തീന MA ഹായ്. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഈ പറയുന്ന അത് ഇപ്പൊ പറയണോ വേണ്ട, അത് നമുക്ക് പിന്നീട് പറയാം. കുറച്ച് വിവരാവകാശമൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഇറങ്ങി തകർക്കുന്നതായിരിക്കും. പിന്നെ ഫോറസ്റ്റിന്റെ വിഷയം അത് നമ്മൾ ഹൈക്കോടതി വെച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ കാര്യങ്ങൾ. അപ്പോൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അത് വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ബസ്സിനെ ഫേമസ് ആക്കിയത് പത്തനംതിട്ട റാന്നി ആറ്റിയാണ്. അതിൽ രാവിലെ 9 മണിക്ക് പത്തനംതിട്ട റാന്നി ബസ് സ്റ്റാൻഡിൽ കയറി ഇളക്കമുണ്ടാക്കിയാൽ സൂപ്പറായിരിക്കും. അത് കൊള്ളാമല്ലോ. ഓക്കെ, അതാരാണ് കമന്റ് ഇട്ടേ? വിജു സൈമൺ. ഓക്കെ, ഹായ് ബ്രോ. ചിലതിനൊന്നും കമന്റ് ഇടാൻ പറ്റുന്നില്ല, ക്ഷമിക്കണം. ചില സാങ്കേതിക തടസ്സം. കാര്യം കുറെ വിവരാവകാശങ്ങൾ വരാനുണ്ട്. ആ വിവരാവകാശമൊക്കെ വന്നതിന് ശേഷം നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഉറപ്പാണ്. എന്തായാലും
എല്ലാവരോടും സ്നേഹം, അതാണ് നമ്മുടെ ഒരു രീതി. നമ്മുടെ ബസ്സിന്റെ ലൈവ് ഇടാമോ? നമ്മുടെ ബസ്സിന്റെയോ ഒരു ദിവസം വരുന്നുണ്ട്. ബെസ്റ്റ് വിഷസ് റോബിൻ ആൻഡ് ടീം. ഗുഡ് നൈറ്റ്. അപ്പോൾ ഗുഡ് നൈറ്റ്. കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല, ഇതൊക്കെ ഉള്ളൂ. 15 മിനിറ്റ് ഞാൻ വെറുപ്പിച്ചല്ലേ, ക്ഷമിക്കണം കേട്ടോ. കേസ് ഇല്ല. 15 മിനിറ്റ് ഞാൻ വെറുപ്പിച്ചല്ലേ, ക്ഷമിക്കണം. സോറി. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്, കാണാം. അപ്പോൾ വണ്ടി അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്, അപ്പോൾ മറക്കണ്ട. മനു പറയുന്നുണ്ട് ഒരു ദിവസം മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലേക്ക് ഗിരീശേട്ടനെ കൊണ്ടുവരണം. പറ്റുവാണെങ്കിൽ നോക്കട്ടെ, സാഹചര്യം ഇപ്പോഴത്തെ തിരക്കൊക്കെ അറിയാമല്ലോ, ഇതൊക്കെ കഴിയട്ടെ. വണ്ടിയുടെ കാര്യങ്ങളൊക്കെ, കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട്, പുറകെ പുതിയ വണ്ടികളൊക്കെ, അതൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് ആലോചിക്കാം. അപ്പൊ എന്തായാലും പുതിയ മന്ത്രി വന്നു, പുതിയ സെറ്റപ്പുകൾ വന്നു. ഇനിയും അങ്ങോട്ട് വണ്ടി 10-14 ദിവസമായിട്ട് സന്തോഷം, അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. അതും കേട്ടതിൽ വളരെ സന്തോഷം. കാണാം. കൂടുതൽ പറഞ്ഞ് നിർപ്പിക്കുന്നത്. ഗുഡ് നൈറ്റ്, ടാറ്റ. ഫുൾ സപ്പോർട്ട് ഫ്രം അയർലൻഡ്. ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. ഓക്കെ, ബൈ.